പാണക്കാട് സാദിഖ് അലി തങ്ങളെ അധിക്ഷേപിച്ചെന്ന വിവാദത്തിൽ സമസ്തയ്ക്ക് മറുപടി നൽകി മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് വിശദീകരണം. സമസ്ത മുഷാവറ യോഗം ചേർന്ന് മറുപടി പരിശോധിക്കും. വിവരങ്ങളുമായി അനൽക എം വി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനൽക, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? മലപ്പുറം എടവണ്ണപ്പാറയിൽ വെച്ച് നടന്ന ഗ്രാൻഡ് കോൺഫറൻസിൽ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾക്കെതിരെ കാസിയാകാൻ യോഗ്യതയല്ല എന്ന തരത്തിലുള്ള ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നു. ആ സംഭവത്തിൽ ലീഗിന്റെ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് നടപടിയെടുക്കണമെന്ന ആവശ്യമൊക്കെ ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സമസ്ത നേതൃത്വം ഉമർ ഫൈസി മുക്കത്തോട് വിശദീകരണം തേടിയിരുന്നു. 2 ആഴ്ച കൊണ്ട് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഈ വിഷയത്തിനകത്ത് 2 ദിവസം മുമ്പ് ഉമർ ഫൈസി മുക്കം സമസ്ത നേതൃത്വത്തിന് സീൽഡ് വെച്ച കവറിൽ മറുപടി നൽകിയിട്ടുണ്ട്. ഈ വിശദീകരണം, അതായത് വരും ദിവസങ്ങളിൽ ചേരുന്ന സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം പരിശോധിക്കും. ഇത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഗാസിയാകാൻ യോഗ്യത സംബന്ധിച്ച പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നെന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് നമ്മുടെ ന്യൂസ് മലയാളത്തിൽ പറഞ്ഞത്. സമസ്ത മുഷാവറ യോഗം ചേർന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ വിഷയത്തിനകത്ത് നൽകിയൊരു വിശദീകരണം പരിശോധിക്കും. അതേസമയം തന്നെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ കർശന നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് അനുകൂല വിഭാഗം. ഉമർ ഫൈസി മുക്കത്തെ തിരഞ്ഞെടുത്ത സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കി നിർത്തണമെന്നും സമസ്ത ലീഗ് വിരുദ്ധരെ പ്രതിരോധിക്കാൻ രൂപീകരിച്ച ആദർശ സംരക്ഷണ സമിതി പ്രമേയം പാസ്സാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള സമസ്തയിൽ ഈ സമസ്തയിൽ തർക്കം മുറുകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി സമസ്ത നേതൃത്വം ഉമർ ഫൈസിയുടെ വിശദീകരണം ചോദിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഉമർ ഫൈസി മുക്കം ഇത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന തരത്തിലുള്ള വിശദീകരണം സമസ്ത നേതൃത്വത്തിന് നൽകിയിട്ടുള്ളത്. ഗൗതം. ശരി, കോഴിക്കോട് നിന്നും അനൽക്കയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചു.